السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. സുമ്രത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഉഹ്ദുറു അദ്ദിക്ർ വദ്നു മിനൽ ഈമാൻ فإن الرجل لا يزال يتباعد حتى يؤخر في الجنة وإن دخلها. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഹ്ദുറു അദ്ദിക്ർ, നിങ്ങൾ ദിക്റിന് നിങ്ങൾ ഹാജരായിക്കൊള്ളുക. ദിക്ർ എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശാരിഹികൾ പറയുന്നത് അത് ജുമുഅയുടെ ദിവസമാകാം, അതുപോലെ തന്നെ മജ്ലിസുൽ ഇൽം എന്ന് പറഞ്ഞാൽ ഇൽമ് പഠിപ്പിക്കപ്പെടുന്ന മജ്ലിസുകളാകാം. ഇത്തരത്തിലുള്ള ദിക്റിൻ്റെ മജ്ലിസുകളിൽ പ്രത്യേകിച്ചും ജുമുഅകളിൽ നിങ്ങൾ ഹാജരായിക്കൊള്ളുക. വദ്നു മിനൽ ഇമാം, ഇമാമിനോട് ഏറ്റവും അടുത്ത സ്ഥലത്ത് തന്നെ നിങ്ങൾ എത്തുകയും ചെയ്യുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന റജുല ലാ യസാലു യതബാഅദ്, ഒരു മനുഷ്യൻ പിറകിലായിക്കൊണ്ടേയിരിക്കും, ഹത്താ യുഅഖറ ഫിൽ ജന്ന, അയാൾ സ്വർഗത്തിലും ഏറ്റവും പിറകിലാകുന്നത് വരേക്കും. വഇൻ ദഖലഹ, ആ സ്വർഗത്തിലേക്ക് ആ മനുഷ്യൻ പ്രവേശിച്ചാലും ശരി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പലപ്പോഴും ഇൽമിൻ്റെ മജ്ലിസിലാവട്ടെ, അതല്ലെങ്കിൽ ജുമുഅ ദിവസം പള്ളിയിലേക്ക് വരുമ്പോഴാകട്ടെ, നമ്മൾ കുറച്ച് നേരത്തെയൊക്കെ വന്നിട്ടുണ്ടാവും, എന്നാലും നമ്മൾ ഇരിക്കുന്നത് ഏറ്റവും പിറകിലായിരിക്കും. ആ രൂപത്തിൽ ദിക്റിൻ്റെ മജ്ലിസുകളിൽ അതുപോലെ തന്നെ ജുമുഅകളിൽ മറ്റൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ഏറ്റവും പിറകിലായിക്കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിലല്ല, ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസം ഇല്ലാതെ ഒരാൾ ഏറ്റവും പിറകിലാവുക എന്നുള്ളത്, അയാൾ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ പോലും അയാൾ പിറകിലായിക്കൊണ്ടായിരിക്കും ഉണ്ടാവുക എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ എല്ലാ കാര്യത്തിലും ഖൈറായി ശരീഅത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നമ്മളെപ്പോഴും മുന്തി നിൽക്കുന്നവരാകണം. പരസ്പരം മത്സരിച്ചുകൊണ്ട് മുന്തി നിൽക്കുന്നവരാണ് മുഅ്മിനീങ്ങളാവേണ്ടത്. അത്തരത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് അത് കാണുവാൻ സാധിക്കും. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് മത്സരിച്ച് ജയിക്കാൻ ഭാഗത്തിന് എനിക്ക് കഴിയൂല. ആ രൂപത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു എല്ലാ നന്മയിലും എല്ലാവരെയും കവച്ചു വെക്കുന്ന ആളായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ സിഫത്തും അവൻ്റെ ഗുണവും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ജുമുഅകൾക്കാവട്ടെ, അതുപോലെ തന്നെ ദിക്റുകൾക്കാവട്ടെ, ഇത്തരത്തിലുള്ള ഖൈറായ കാര്യങ്ങൾക്കാവട്ടെ, എല്ലാത്തിനും നമ്മൾ നേരത്തെ എത്തുന്നവരും അതുപോലെ തന്നെ മാക്സിമം പിന്താതിരിക്കുന്നവരുമാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.